32ാം ജയന്തി ദിനം ആചരിച്ചു. പാലക്കാട് താലൂക്ക് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം നടന്നത്. ചട്ടമ്പി സ്വാമികളുടെ ചിത്രത്തിനു മുന്നിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഭദ്രദീപം തെളിയിച്ചു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ ചട്ടമ്പി സ്വാമി അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, NSS ഇൻസ്പെക്ടർ KS അശോക് കുമാർ, യൂണിയൻ ഭാരവാഹികളായ R ശ്രീകുമാർ, P സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്, C വിപിനചന്ദ്രൻ, K പ്രദീപ് കുമാർ, M വത്സകുമാർ, C കരുണാകരനുണ്ണി, V രാജ്മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പൊടിപിടിച്ച് കിടന്നിരുന്ന പുസ്തകങ്ങൾ, ഗ്രന്ഥക്കെട്ടുകൾ പഠിച്ചുകൊണ്ട് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത് ദുഃഖകരമാണ്. പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിൽ ഒന്ന് വേദാധികാര നിരൂപണം. ബ്രാഹ്മണർക്ക് മാത്രം വേദങ്ങൾ പഠിക്കാൻ അവകാശം കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജാതിമതഭേദമന്യേ സർവർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന് ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം. മതപരിവർത്തനത്തിൻ്റെ ഭാഗമായി ക്രിസ്ത്യൻ ഉപദേശികൾ നടത്തിയ ക്രിസ്തുമതത്തിൻ്റെ തെറ്റായ കാര്യങ്ങൾ തുറന്നു കാട്ടിയ അവരുടെ അറിവില്ലായ്മ തുറന്നു കാട്ടിയ ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകം, കേരളത്തിലെ ആദിമ നിവാസികളെക്കുറിച്ച് ബോധവാന്മാരാക്കിയ പ്രാചീന മലയാളം എന്ന പുസ്തകം, അങ്ങനെ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതിലധികം ഗ്രന്ഥങ്ങൾ ലഭ്യമാകാതിരുന്നിട്ടുമുണ്ട്. അങ്ങനെ അറിവിൻ്റെ ഭണ്ഡാരമായ ശ്രീ ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥ ശിഷ്യന്മാരെ കൂടാതെ നീലകണ്ഠ തീർത്ഥപാദരും തീർത്ഥപാദ പരമഹംസരുമാണ്. പിന്നെ തർക്കമുള്ളത് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണോ സമകാലീനാണോ എന്നാണ്. ആ രണ്ട് മഹത്തുക്കളുടെ ആ മഹത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ആ തർക്കത്തിൽ അർത്ഥമില്ല. എന്നാൽ നാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ മരിച്ചപ്പോൾ എഴുതിയൊരു ശ്ലോകമുണ്ട്. അതിൽ എൻ്റെ ഗുരുദേവൻ എന്നാണ് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചിട്ടുള്ളൂ. ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനും എവിടെയുണ്ടോ അവിടെ വിജയമുണ്ടാകുമെന്ന് പറഞ്ഞ പോലെ യോഗേശ്വരനായ കൃഷ്ണനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. കർമ്മയോഗിയായ ധനുർധരനായ ശിഷ്യനായിരുന്നു, ധനുർധരനായ വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഈ രണ്ടു പേരുടെയും പ്രവർത്തനങ്ങളാണ് കേരളീയ നവോത്ഥാനത്തിന് നമുക്ക് മാർഗം തെളിയിച്ചത്. എന്നാൽ ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ആഗസ്റ്റ് 25-ാം തീയതി ജീവകാരുണ്യ ദിനമായി കേരള സർക്കാർ ആചരിക്കുന്നുണ്ടെങ്കിലും ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് കേരളത്തിലായിരുന്നില്ല, മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ധാരാളം പ്രസക്തി ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന് ഇതിലേറെ അംഗീകാരം ലഭിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാലും നായർ സർവീസ് സൊസൈറ്റി തങ്ങളുടെ ആത്മീയാചാര്യൻ്റെ പാതയിൽ അല്ലെങ്കിൽ ആത്മീയാചാര്യനായിട്ട് ചട്ടമ്പി സ്വാമികളെ ആദരിക്കുകയും കേരളത്തിലുടനീളമുള്ള താലൂക്ക് യൂണിയനുകളിൽ നിന്ന് ചട്ടമ്പി സ്വാമി ജയന്തി ആചരണം നടക്കുകയാണ്. തീർത്ഥപാദയുടെ കീഴിലുള്ള പന്മന ആശ്രമത്തിൽ ഇന്ന് ചട്ടമ്പി സ്വാമി ജയന്തി ആചരിക്കുന്നുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ ചട്ടമ്പി സ്വാമിയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. വരും കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാത അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനത്തെക്കുറിച്ച് അറിവുള്ളവരുമായി നമുക്ക് മാറാൻ സാധിക്കട്ടെ. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.